പക്ഷേ ഇതെവിടെ നിന്നാണ് വരുന്നത്? എന്താണ് ഇതിന്റെ ഒരു ഉറവിടം? നമുക്ക് നോക്കാം. അതിനുള്ള ഉത്തരം നമ്മുടെ ഉപനിഷത്തുകളിലാണ്. വേദങ്ങളുടെയെല്ലാം സത്തയാണ് ഉപനിഷത്തുകൾ. ആയിരക്കണക്കിന് വർഷങ്ങൾക്കു മുമ്പ് മഹർഷിമാർക്ക് അഗാധമായ ധ്യാനത്തിൽ വെളിപ്പെട്ട സത്യങ്ങളാണിതിലുള്ളത്. കാലത്തെ അതിജീവിക്കുന്ന അറിവുകൾ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അല്ലേ? ഇന്നത്തെ നമ്മുടെ ഈ തിരക്കിട്ട ജീവിതത്തിൽ ഇത്രയും ഗഹനമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എങ്ങനെ സമയം കണ്ടെത്തും? അതെങ്ങനെ നമുക്ക് പ്രാപ്യമാകും? ഭാഗ്യവശാൽ ഈ കാലാതീതമായ ജ്ഞാനത്തെ നമുക്ക് വേണ്ടി, അതായത് ആധുനിക കാലഘട്ടത്തിനു വേണ്ടി വളരെ വ്യക്തവും ലളിതവുമായി സമാഹരിച്ചിട്ടുണ്ട്. വലിയൊരു പരിശ്രമം തന്നെ അതിനു പിന്നിലുണ്ട്. ആ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ പുസ്തകം. 108 ഉപനിഷത്ത് ബ്രഹ്മവിദ്യ ഖണ്ഡ്. ഈ പുസ്തകമാണ് ആ വലിയ അറിവിലേക്കുള്ള നമ്മുടെ വാതിൽ. യുഗ് നിർമാൺ യോജന മധുര പ്രസിദ്ധീകരിച്ച ഈ ഗ്രന്ഥം ആഴത്തിലുള്ള ജ്ഞാനത്തിലേക്കുള്ള ഒരു താക്കോൽ തന്നെയാണ്. ഇങ്ങനൊരു വലിയ ദൗത്യം ഏറ്റെടുക്കണമെങ്കിൽ അതിനു പിന്നിൽ അസാധാരണമായ ഒരു വ്യക്തിത്വം വേണം, അല്ലേ? മറ്റുള്ളവർക്ക് വഴികാട്ടാനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു ദീർഘദർശി തന്നെ വേണം. ആ മഹാനാണ് യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജി, ഈ അമൂല്യമായ ഗ്രന്ഥത്തിന്റെ രചയിതാവ്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു ദൗത്യമായിരുന്നു. എന്താണെന്നോ? വിചാരക്രാന്തി, ഒരു ചിന്താവിപ്ലവം. അതായത് ഈ വലിയ ആത്മീയ ജ്ഞാനമൊക്കെ സാധാരണക്കാരിലേക്ക് എത്തിക്കുക, അത് അവരുടെ ജീവിതത്തിൽ